ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സർവൈവൽ മൂവിയാണ്. അമേരിക്കയിലെ ബിസിനസ്സുകാരനായ ടോമും ഫാമിലിയും അവരുടെ വെക്കേഷൻ ആഘോഷിക്കാനായി കടലിലേക്ക് ഒരു ബോട്ടും എടുത്ത് പോവുകയാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവരുണ്ടായിരുന്ന കടൽ മരുഭൂമിയായി മാറുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. കോടീശ്വരനായ ടോം തൻ്റെ ബിസി ലൈഫിൽ നിന്നും ഒരു അവധിയെടുത്ത് തൻ്റെ ഭാര്യ ജൂലിയയ്ക്കും മക്കൾക്കുമൊപ്പം ഒരു വെക്കേഷൻ ആഘോഷിക്കാനായി കടലിലേക്ക് വന്നിരിക്കുകയാണ്. സ്വിമ്മിംഗ് ഒക്കെ ഇഷ്ടമുള്ള ടോമിൻ്റെ ഭാര്യ ജൂലിയ കടലിലേക്ക് ചാടി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ടോം തൻ്റെ ഇളയ മകനെ മീൻ പിടിക്കുന്നത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതേ സമയം കടലിൽ സമാധാനത്തിൽ നീന്തിക്കൊണ്ടിരുന്ന ജൂലിയയ്ക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് തോന്നും. അവളെ എന്തോ ഒന്ന് പിടിച്ച് താഴേക്ക് വലിക്കുന്നത് പോലെ തോന്നും. കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ജൂലിയ ടോം ടോം എന്ന് അലറി വിളിക്കും. മകന് ഫിഷിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്ന ടോം പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ കരച്ചിൽ കേട്ട് അവൻ ബോട്ടിൻ്റെ ഡക്കിലേക്ക് പോയി നോക്കുമ്പോഴാണ് ജൂലിയ കടലിലേക്ക് മുങ്ങിപ്പോകുന്നത് കാണുന്നത്. ഉടനെ തന്നെ കടലിലേക്ക് എടുത്തു ചാടിയ ടോം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് അവളെയും രക്ഷിച്ച് ബോട്ടിലേക്ക് കൊണ്ടുവരും. മക്കളായ ബെന്നും സേസിയും തങ്ങളുടെ അമ്മയെ പിടിച്ച് ബോട്ടിലേക്ക് കയറ്റും. ജൂലിയ ഇപ്പോൾ വളരെയധികം പേടിച്ചിരിക്കുകയാണ്. ജൂലിയ ടോമിനോട് പറയും, എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല, എന്തോ ഒന്ന് എന്നെ കടലിലേക്ക് പിടിച്ച് താഴ്ത്തിയെന്ന്. എന്നാൽ ടോം പറയും, ആരും പേടിക്കണ്ട, തൽക്കാലത്തേക്ക് ആരും കടലിൽ നീന്താൻ ഇറങ്ങണ്ട എന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അവർ വീണ്ടും സന്തോഷത്തോടു കൂടി അവരുടെ യാത്ര തുടരും. ഇതിനിടയിൽ ജൂലിയെ കുളിക്കാൻ കയറുന്നത് കണ്ട ടോം തൻ്റെ മക്കൾ രണ്ടുപേരും കാണാതെ ബാത്റൂമിലേക്ക് കയറി വന്ന് അവളോട് ചോദിക്കും, എന്താ മോളെ, മുങ്ങിപ്പോകാൻ നേരത്ത് നീ പേടിച്ചോ എന്ന്. ടോമും ജൂലിയയും കല്യാണം കഴിച്ച് ഇത്രയും വർഷങ്ങളായെങ്കിലും അവരിപ്പോഴും നല്ല റൊമാൻറ്റിക് കപ്പിൾസാണ്. എന്നാൽ അന്ന് വൈകുന്നേരം അവരുടെ ബോട്ടിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. അവരുടെ ഇളയ മകൻ ബെന്നിൻ്റെ 13ാമത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി ടോം അവനൊരു ലാപ്ടോപ്പ് കൊടുക്കും. എന്നാൽ കുസൃതി കൊടുക്കയായ തൻ്റെ ഇളയ അനിയന് ചേച്ചി സേസി കൊടുക്കുന്നത് ഒരു മോൺസ്റ്ററിൻ്റെ മാസ്ക് ആണ്. എന്നാൽ അമ്മ ജൂലിയ ആരുടെയും കണ്ണ് എൻ്റെ മകനിൽ പെടാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു ബ്രേസ്ലെറ്റ് ആണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ ഫാമിലിയായി ആ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ നിമിഷങ്ങൾ ആസ്വദിച്ചത്. ഇതേ സമയം തന്നെ സേസിയുടെ ബോയ് ഫ്രണ്ട് ലൂക്ക വീഡിയോ കോളിൽ വിളിച്ച് അവരോട് ട്രിപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അതിനുശേഷം അവൻ ബെന്നിനെ വിഷ് ചെയ്യും. ലൂക്കയോട് ഒറ്റയ്ക്ക് കുറച്ചു നേരം സമാധാനത്തിൽ സംസാരിക്കാമെന്നും കരുതി സേസി ലാപ്പും എടുത്ത് ബോട്ടിൻ്റെ ഡെക്കിലേക്ക് പോകും. എന്നാൽ അവർ സംസാരിക്കുന്നതിനിടയിൽ ലൂക്ക നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഇടിമിന്നൽ കണ്ട സേസി, എന്താ ലൂക്ക, അവിടെ നല്ല മിന്നലൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടുത്തെ കണക്ഷൻ പോകും. അവൾ കട്ടായ വിഷമത്തിൽ അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബെൻ അവളോട് പറയും, നീ മുകളിലത്തെ ഡെക്കിലേക്ക് വരുന്നെങ്കിൽ വാ, നമുക്ക് അവിടെ നിന്ന് തിമിംഗലത്തെ കാണാമെന്ന്. ബെൻ മുകളിലേക്ക് വന്ന് ബോട്ടിന് ചുറ്റുമുള്ള ഷാർക്സിനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഒരു പറ്റമായി വന്ന കുറേയധികം ഷാർക്സ് അവരുടെ ബോട്ടിന് ചുറ്റും വട്ടമിടാൻ തുടങ്ങും. ഷാർക്സുകൾ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ കേടാക്കിയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സ്വിമ്മിംഗ് സ്യൂട്ടും എക്യുപ്മെൻസും എടുത്ത് ബോട്ടിൻ്റെ അടിയിലേക്ക് പോകും. മുകളിൽ നിന്ന് മറ്റുള്ളവർ താഴേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രൊപ്പല്ലർ ചെക്ക് ചെയ്യാൻ പോയ ടോമിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് കൊണ്ട് ഇഞ്ചേർഡ് ആവും. ഡോക്ടർ കൂടിയായ അവൻ്റെ വൈഫ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നാൽ അച്ഛൻ്റെ കൈ മുറിഞ്ഞതിൽ മക്കൾക്ക് 2 പേർക്കും നല്ല വിഷമമാവും. എന്നാൽ അപ്പോഴേക്കും ബോട്ടിലെ നെറ്റ്വർക്ക് എല്ലാം പോയിരുന്നു. സേസി തൻ്റെ മൊബൈലും എടുത്ത് ബോട്ടിൻ്റെ മുകളിൽ പോയി നോക്കിയിട്ടും നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ടോമും വൈഫും റേഡിയോയിലൂടെ കരയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവർ പറയും, കരയിലെല്ലാം നല്ല മഴയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടാത്തത്, രാവിലെ ആകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയും. ഇതേ സമയം സേസിക്കാകട്ടെ നെറ്റ്വർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ തൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമാകും. എന്നാൽ ടോം വീണ്ടും കരയിലേക്ക് റേഡിയോയിലൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവന് കണക്ഷൻ കിട്ടില്ല. ജൂലിയ ഭർത്താവിനോട് പറയും, കരയിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. എന്നാൽ ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ പുറത്തൊരു വലിയ ശബ്ദം കേട്ട് അവരെല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരു തീഗോളം കടലിലേക്ക് വന്ന് പതിക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും കുറേ തീഗോളങ്ങൾ അങ്ങോട്ടേക്ക് വരും. അവർ പേടിച്ച് അവരുടെ ബോട്ടും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും കരുതി അവർ മക്കളെയും കൂട്ടി കുറേ അധികം ദൂരത്തേക്ക് വരുമ്പോഴാണ് ഒരു തീഗോളം അവരുടെ നേരെ വരുന്നത് കാണുന്നത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം അവരുടെ ബോട്ടിൽ വീഴാതെ അവരുടെ ബോട്ടിൻ്റെ തൊട്ടടുത്ത് വന്ന് ആ തീഗോളം വീഴും. ബോട്ടിന് ചെറിയ കേടുപാടുകൾ പറ്റുമെങ്കിലും അവർക്കാർക്കും ഒന്നും പറ്റില്ല. എന്നാൽ പെട്ടെന്ന് അന്തരീക്ഷം മാറാൻ തുടങ്ങും. ശക്തമായ കൊടുങ്കാറ്റടിച്ച് ബോട്ട് ആടിയുലയാൻ തുടങ്ങും. ബോട്ടിന് എന്തോ അപകടം പറ്റാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ടോം ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റ്സ് എടുക്കാനായി പോകും. ഇതേ സമയം തന്നെ ബോട്ടിലെ പവർ സപ്ലൈ പോകുമ്പോൾ തൻ്റെ വൈഫിനെയും മക്കളെയും ഒരിടത്തേക്ക് ഇരുത്തിയ ശേഷം സപ്ലൈ ശരിയാക്കാനായി ടോം പോകും. എന്നാൽ ശക്തമായ കാറ്റിൽ ബോട്ട് ആടിയുലയാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നറിയില്ല ജൂലിയുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങും. എന്നാൽ മകൾ സേസിയുടെ ആരോഗ്യവും മോശമാവാൻ തുടങ്ങും. അവൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാനായി ടോം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ശക്തമായ കൊടുങ്കാറ്റടിച്ച് അയാൾ ദൂരേക്ക് തെറിച്ചു വീഴും. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർക്കെല്ലാവർക്കും ബോധം വരുമ്പോഴേക്കും അവരുടെ ബോട്ടാകെ തകർന്നിരുന്നു.
എന്താണ് സംഭവിച്ചതെന്നറിയാതെ പേടിയോടുകൂടി തകർന്നു കിടക്കുന്ന ബോട്ടിൻ്റെ ഡെക്കിലേക്ക് വരും. ഡെക്കിൽ കുറേ മീനുകൾ ചത്തുകിടക്കുകയാണ്. എന്നാൽ ചുറ്റും നോക്കുമ്പോഴാണ് അവർ ഞെട്ടിപ്പോകുന്നത്. ഇന്നലെ വരെ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന കടൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്ത് പ്രതിഭാസമാണെന്ന് അവർക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ സേസി അപ്പോഴും നാട്ടിലുള്ള ബോയ്ഫ്രണ്ടിനെ വിളിക്കാനായി നെറ്റ്വർക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയൊന്നും സീരിയസ്നെസ് മകനായ ബെന്നിന് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. അതേസമയം ഓഷ്യനോഗ്രാഫർ കൂടിയായ ടോം അവരോടൊക്കെ പറയും, ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതിഭാസം നടന്നിട്ടുള്ളത്. കടൽ ഇപ്പോൾ കരയിലേക്ക് പോയിരിക്കുകയാണ്. കരയിലുള്ളവരെല്ലാവരും തന്നെ മരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യതയെന്ന് പറയും. ഇത് കേൾക്കുന്ന സേസി നിലവിളിച്ചുകൊണ്ട് പറയും, അപ്പോൾ എൻ്റെ ബോയ്ഫ്രണ്ട് ലൂക്കയും മരിച്ചിട്ടുണ്ടാകുമല്ലേ എന്ന്. അവൾക്കത് സഹിക്കാനേ കഴിഞ്ഞില്ല. അമ്മ ജൂലിയ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുമെങ്കിലും പാവം ആ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ജൂലിയ ബാക്കിയുണ്ടായിരുന്ന ലിമിറ്റഡായ ആഹാരമെല്ലാം എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ടോം ആ തകർന്നുപോയ വയർലെസ് സെറ്റ് ശരിയാക്കി ആരെങ്കിലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. എന്നാൽ കുറച്ച് കുസൃതി ഉണ്ടെങ്കിലും മകൻ ബെൻ കഴിഞ്ഞ ദിവസം തൻ്റെ ബർത്ത്ഡേക്കായി കെട്ടിയ ബലൂൺസ് എല്ലാം വളരെ ഉയരത്തിൽ കെട്ടിവെക്കുകയാണ്. ആർക്കെങ്കിലും തങ്ങളെ റീച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് കണ്ടു വരട്ടെ എന്നും പറഞ്ഞാണ് അവൻ അങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും ഒരുപാട് നേരം ഇരുന്ന് എങ്ങനെയെങ്കിലും ആ വയർലെസ് സെറ്റ് ശരിയാക്കി കരയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആരും തന്നെ കോൾ അറ്റൻഡ് ചെയ്യില്ല. ഒടുവിൽ കടലിലേക്ക് പോയ ഒരു റിസർച്ച് ടീമിലെ അന്തർവാഹിനിയിലേക്ക് അവർക്ക് കോണ്ടാക്റ്റ് കിട്ടും. ആ അന്തർവാഹിനിയിലുള്ളവർ പറയും, കടൽ എത്രയും വേഗം തിരിച്ചു വരാനാണ് ചാൻസ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ നിങ്ങളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ ആകെപ്പാടെ 2 പേരെ മാത്രമേ ഇതിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ തങ്ങളുടെ മാപ്പ് നോക്കി ആ അന്തർവാഹിനിയുള്ള സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് വൈഫിനോട് പറയും, നീ ധൈര്യമായിരിക്കണം, കടൽ എത്രയും വേഗം തിരികെ വരും. അതിനു മുൻപ് നമുക്ക് നമ്മുടെ കുട്ടികളെയെങ്കിലും ആ അന്തർവാഹിനിക്കുള്ളിൽ എത്തിക്കണം. അതിനുവേണ്ട ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടാമെന്ന് പറയും. അങ്ങനെ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങളും വെള്ളവുമെല്ലാം എടുത്ത് അന്തർവാഹിനിയുടെ അടുത്തേക്ക് പോകാനായി റെഡിയാവുകയാണ്. ഇതേ സമയം ദൂരെ നിന്ന് ഒരു കറുത്ത കോട്ടും കയ്യിലൊരു സ്പിയറും ഒരു പട്ടിയുമായി ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കാണും. ഒരാൾ കൂടി അവരെ പോലെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തിൽ ടോം അയാളുടെ അടുത്തേക്ക് നടന്നു പോകും. എന്നാൽ അയാൾ സംസാരിക്കുന്ന ഭാഷ അവന് മനസ്സിലാവില്ല. എന്നാൽ അയാൾക്ക് വേണ്ടത് വെള്ളമാണെന്ന് മനസ്സിലാക്കി തൻ്റെ കയ്യിലിരുന്ന വെള്ളം യാതൊരു മടിയും ഇല്ലാതെ തന്നെ ടോം അയാൾക്ക് കൊടുക്കും. ആ വെള്ളം കണ്ട ഉടനെ തന്നെ അയാൾ ആർത്തിയിൽ ആ വെള്ളം കുടിക്കാൻ തുടങ്ങും. വെള്ളം കുടിച്ച് തൻ്റെ ദാഹം മാറിയ ഉടനെ തന്നെ ആ നരാധവൻ തൻ്റെ കയ്യിലിരുന്ന സ്പിയർ എടുത്ത് ടോമിൻ്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്തി കൊല്ലുകയാണ് അയാൾ. ഇത് കണ്ടുകൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ജൂലിയ ഓടി വരും. എന്നാൽ ജൂലിയെ കൊല്ലാനായി വീണ്ടും സ്പിയർ എടുത്തുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് ചെല്ലും. ഒടുവിൽ അയാൾ തൻ്റെ കയ്യിലിരുന്ന സ്പിയർ എടുത്ത് ജൂലിയെ എറിഞ്ഞു വീഴ്ത്തുമെങ്കിലും അവൾ ഒരുവിധം രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് കയറി വരും. അലറി വിളിച്ചുകൊണ്ട് ബോട്ടിലേക്ക് കയറി വന്ന ജൂലിയ മക്കളോട് പറയും, അച്ഛനെ അയാൾ കൊന്നു കളഞ്ഞു, നിങ്ങളെ 2 പേരെയെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്നും പറഞ്ഞ് മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് ബോട്ടിൻ്റെ അകത്തുള്ള ഒരു പെട്ടിക്കുള്ളിലേക്ക് ആക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്ന് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോഴേക്കും അയാൾ ബോട്ടിന് പുറത്തേക്ക് വന്നിരുന്നു. അയാൾ ഡോറിലേക്ക് ആഞ്ഞാഞ്ഞ് ചവിട്ടും. എന്നാൽ ജൂലിയ ഉടനെ കിച്ചണിലേക്ക് പോയി ഒരു കത്തിയും എടുത്ത് ഒരു റൂമിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. അയാൾ അപ്പോഴേക്കും ബോട്ടിൻ്റെ ഡോർ ഓപ്പണാക്കി ബോട്ടിനുള്ളിലേക്ക് വരും. ആ പെട്ടിക്കുള്ളിലിരിക്കുന്ന കുട്ടികൾ അയാളുടെ കാലുകൾ കാണുന്നുണ്ടായിരുന്നു. ബോട്ടിനുള്ളിലേക്ക് കയറി അയാൾ ആ ബോട്ടിനുള്ളിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് കഴിക്കും. എന്നാൽ ഇതേ സമയം അയാൾ കാണാതെ ജൂലിയ ബോട്ടിന് പുറത്തേക്ക് വരും. എന്നാൽ ബോട്ടിന് പുറത്തിറങ്ങുമ്പോഴാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വെറി പിടിച്ച അയാളുടെ നായ ജൂലിയെ കാണുന്നത്. അത് ജൂലിയെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ജൂലിയ അതിനെ കുത്തിക്കൊല്ലും. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന അയാൾ ആ പട്ടി ചത്തുകിടക്കുന്നത് കണ്ട് കരയാൻ തുടങ്ങും. അയാൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ പട്ടി. ആ പട്ടിയെ കൊന്ന ജൂലിയെ കൊല്ലാനുള്ള ദേഷ്യം അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം ജൂലിയ അവൻ കാണാതെ ബോട്ടിനുള്ളിലേക്ക് വരും. തൻ്റെ മക്കളുടെ അടുത്തേക്കാണ് ജൂലിയ വരുന്നത്. എന്നാൽ ജൂലിയ മക്കളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് വന്ന് ജൂലിയെ കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ ഇത് കാണുകയായിരുന്ന ജൂലിയുടെ മകൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറക്ഷൻ ഗണ്ണെടുത്ത് അവന് നേരെ വെടിവെക്കും. വെടിവെച്ച് അവൻ തറയിലേക്ക് വീഴുന്ന ഉടനെ തന്നെ തൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ജൂലി അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങും. ബോട്ട് അപ്പോഴേക്കും തീ പിടിക്കാനായി തുടങ്ങും. എന്നാൽ പുറത്തു വരുമ്പോഴേക്കും തങ്ങളുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ട് വിഷമത്തിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് മക്കൾ 2 പേരും കരയാൻ തുടങ്ങും. എന്നാൽ ആ വില്ലന് വെടികൊണ്ടത് ഡയറക്ഷൻ തോക്കായതുകൊണ്ട് തന്നെ അവന് വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ലായിരുന്നു. അവർ വീണ്ടും അവരെ ഫോളോ ചെയ്ത് കൊല്ലാനായി വരും. ജൂലി തൻ്റെ മക്കളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും മകനായ ബെൻ കരയാൻ തുടങ്ങും. ഞാൻ ആ ബലൂൺ കെട്ടിയത് കൊണ്ടാണ് അയാൾ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വന്നത്. ഞാനാണ് അച്ഛനെ കൊല്ലിച്ചതിന് കാരണമെന്ന് പറയും. എന്നാൽ ജൂലി പറയും, നീ വിഷമിക്കേണ്ട, അതൊന്നുമല്ല കാരണം, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹവും അതായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. എന്നാൽ ഇതേ സമയം അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ തന്നെ ആ വില്ലനും വരുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ജീവന് വേണ്ടി പിടയുന്ന ഒരു സ്രാവിനെ വെള്ളത്തിലേക്ക് ബെൻ നീക്കിയിടും.
അവനൊരു പാവമായിരുന്നു. എന്നാൽ ദൂരെ നിന്ന് ആ വില്ലൻ ഞങ്ങളെ ഫോളോ ചെയ്തു വരുന്നു എന്ന് മനസ്സിലാക്കിയ ജൂലിയ രണ്ട് മക്കളുടെയും ജീവൻ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടും. അങ്ങനെ കുറേ അധികം ദൂരം അവർ ഓടിയെത്തും. എന്നാൽ കുഞ്ഞായ ബെൻ ഇത്രയുമധികം ഓടിയത് കൊണ്ട് തന്നെ ക്ഷീണിച്ചു പോയിരുന്നു. അവൻ അവസാനത്തെ തുള്ളി വെള്ളവും അവർ കൊടുക്കും. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്നു പോകും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ടെൻഷനായി നിൽക്കും. എങ്ങനെയെങ്കിലും ആ അന്തർവാഹിനിയുടെ അടുത്ത് എത്തണമെന്നും പറഞ്ഞ് അവർ കുറേ ദൂരം നടക്കുമ്പോഴാണ് ഒരു പ്ലെയിൻ ക്രാഷായി കിടക്കുന്നത് അവർ കാണുന്നത്. ഒടുവിൽ ആ രാത്രി ആ പ്ലെയിനിൽ തങ്ങാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലിമിറ്റഡ് ഫുഡും കഴിച്ച ശേഷം തൻ്റെ ഹസ്ബൻഡിൻ്റെ അവസാനത്തെ ചില ഓർമ്മകൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് പാവൻ ജൂലിയ. അവർക്കെല്ലാവർക്കും തൻ്റെ അച്ഛൻ മരിച്ചതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയാകുമ്പോൾ അവരെല്ലാവരും ഉറങ്ങിപ്പോവുകയാണ്. എന്നാൽ ഉറക്കത്തിൽ സേസിക്ക് ഒന്നിനു പോവാനായി തോന്നും. അവൾ അമ്മയും അനിയനെയും വിളിച്ചുണർത്താൻ നിൽക്കാതെ പതിയെ പുറത്തേക്ക് വന്ന് ഒന്നിനു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ആ വില്ലൻ അങ്ങോട്ടേക്ക് വരും. സേസി അത് കാണുന്നുണ്ടായിരുന്നില്ല. സേസിയെ കൊല്ലാനായി അയാൾ പിറകിലേക്ക് വരുന്ന ഉടനെ തന്നെ ജൂലിയ അങ്ങോട്ടേക്ക് വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അയാളെ കുത്തി വീഴ്ത്തിയ ശേഷം തൻ്റെ എല്ലാ ദേഷ്യവും അവനോട് തീരുന്നതുവരെ അവനെ കുത്തി കുത്തി കൊല്ലും. അടുത്ത ദിവസം രാവിലെ അവർ വിമാനത്തിൽ നിന്നിറങ്ങി യാത്ര തിരിക്കാനായി നോക്കുമ്പോഴാണ് ഇന്നലെ അവർ കുത്തിക്കൊന്ന ആ വില്ലൻ്റെ ബോഡി മറ്റേതോ ജീവി വികൃതമാക്കിയിട്ടിരിക്കുന്നത് കാണുന്നത്. ജൂലിയ തൻ്റെ മക്കളോട് പറയും, ഇവനേക്കാളും വലിയ എന്തോ ഒരു ജീവി ഇവിടെ കറങ്ങി നടപ്പുണ്ട്, അതിൻ്റെ കയ്യിൽപ്പെടും മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന്. അങ്ങനെ അവർ ആ അന്തർവാഹിനിയുള്ള ഡയറക്ഷൻ നോക്കി വീണ്ടും നടക്കാൻ തുടങ്ങും. ഒരുപാടധികം ദൂരം നടക്കുമ്പോഴേക്കും ആ പാവം കുഞ്ഞു പയ്യൻ തളർന്നു പോകും. ഒരുപാട് ദൂരം നടക്കുമ്പോഴേക്കും തളർന്നു പോയ ആ കുഞ്ഞ് അവിടെ കെട്ടിക്കിടന്ന അഴുക്ക വെള്ളം കുടിക്കാൻ തുടങ്ങും. എന്നാൽ ജൂലിയയും ചേച്ചിയും ചേർന്ന് അവനെ തടയും. ബെന്നിന് ഇനി ഒരടി പോലും നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമ്മയും ചേച്ചിയും ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോഴാണ് കുറച്ച് പ്ലാസ്റ്റിക് കസേരകൾ കൂടിക്കിടക്കുന്നത് അവർ കാണുന്നത്. ബെന്നിനെ അവിടെ ഇരുത്തിയ ശേഷം ആ പ്ലാസ്റ്റിക് കസേരകളെല്ലാം പറക്കിക്കൊണ്ടുവന്ന് അവർ കൂട്ടും. അവർക്ക് അന്ന് കിടക്കാനുള്ള ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അവരത് ചെയ്തത്. അങ്ങനെ ഒരുവിധം അവർ ആ ഷെൽട്ടർ ഉണ്ടാക്കും. എന്നാൽ ആഹാരവും വെള്ളം കഴിക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് കുട്ടികളും വളരെയധികം തളർന്നിരുന്നു. അങ്ങനെ അന്ന് രാത്രി വേറൊരു വഴിയുമില്ലാതെ ആ കൊടും തണുപ്പത്ത് അവർ 3 പേരും അവിടെ തന്നെ സ്റ്റേ ചെയ്യും. എന്നാൽ രാത്രിയാകുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ജൂലിയ പുറത്തേക്ക് വരും. എന്നാൽ വളരെ വലിയ ഭീകര ശബ്ദത്തോടു കൂടി എന്തോ ഒന്ന് തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വരികയാണെന്ന് മനസ്സിലാക്കിയ ജൂലിയ ഉടനെ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അത് ഒരു കൂട്ടം ഞണ്ടുകളായിരുന്നു. ഞണ്ടുകൾ കൂട്ടത്തോടു കൂടി അവരെ അറ്റാക്ക് ചെയ്യാനാണ് വന്നത്. അവർ ഓടി ഓടി അവസാനം ഒരു കണ്ടെയ്നർ കിടക്കുന്ന അടുത്തേക്ക് എത്തും. അവിടെ കുറച്ചു പേർ ജീവനോടെ ഉണ്ടായിരുന്നു. എന്നാൽ ജൂലിയയും മക്കളും വരുന്നത് കണ്ടിട്ട് പോലും ഒരു മനുഷ്യസ്നേഹമില്ലാതെ അവർ ആ കണ്ടെയ്നറിനുള്ളിലേക്ക് കയറി കണ്ടെയ്നറിൻ്റെ ഡോർ അടയ്ക്കും. എന്നാൽ ഇതേ സമയം ആ നരഭോജികളായ ഞണ്ടുകൾ അങ്ങോട്ടേക്ക് കൂട്ടത്തോടെ വരും. കണ്ടെയ്നറിൻ്റെ മുകളിലേക്ക് കയറാനൊരുങ്ങിയ ജൂലിയയുടെ കാലിൽ അത് കടിക്കും. എന്നാൽ മക്കൾ രണ്ടുപേരും ഒരുവിധം ജൂലിയെ മുകളിലേക്ക് വലിച്ചു കയറ്റും. എന്നാൽ ജൂലിയുടെ കാല് നല്ല ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ ഉപയോഗിച്ച് ആ ഞണ്ടുകളെ വെടിവെച്ച് കൊല്ലാൻ ഒരുങ്ങിയെങ്കിലും ആ കൂട്ടത്തോടെ വന്ന ഞണ്ടുകൾ അവരെ എല്ലാവരെയും കടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിയത് കൊണ്ടാണ് ആ ഞണ്ടുകളുടെ കണ്ണിൽപ്പെടാതെ ജൂലിയയും മക്കളും രക്ഷപ്പെട്ടത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ താഴേക്ക് വന്ന അവർ ആ കണ്ടെയ്നറിലുണ്ടായിരുന്ന വെള്ളവും തോക്കും വാക്കി ടോക്കിയും എടുക്കും. ജൂലി എന്നിട്ട് വാക്കി ടോക്കി വഴി കണക്ട് ചെയ്ത് അന്തർവാഹിനിയിലുള്ള ആളുമായി കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ 3 പേരുണ്ട്, എൻ്റെ മക്കളെ 2 പേരെയും നിങ്ങൾ രക്ഷിക്കണമെന്ന് പറയും. എന്നാൽ അയാൾ പറയും, നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്, ഞാൻ ആ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യാം, നിങ്ങൾ ആ ഫയറിങ് കണ്ട് ആ ഡയറക്ഷനിലേക്ക് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അയാൾ വെടിവെക്കുമ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ അവർ 3 പേരും ആ ഡയറക്ഷൻ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോഴാണ് ഈ വലിയൊരു റിഫ് വാലി കടന്നാൽ മാത്രമേ തങ്ങൾക്ക് ആ ഡയറക്ഷനിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവർ പണിപ്പെട്ട് ആ റിഫ് വാലിയിലൂടെ നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോഴാണ് മുകളിൽ നിന്ന് വലിയ കല്ലുകൾ താഴേക്ക് ഉരുണ്ടു വരാൻ തുടങ്ങുന്നത്. ജൂലിയ തൻ്റെ 2 മക്കളെയും ദൂരേക്ക് തള്ളിമാറ്റും. എന്നാൽ ആ കല്ലുകൾ വന്ന് വീഴുന്നത് അമ്മയ്ക്കും മക്കൾക്കും നടുക്കായിരുന്നു. ജൂലിയ കരഞ്ഞുകൊണ്ട് തൻ്റെ മക്കളോട് വിളിച്ചു പറയും, നിങ്ങൾ 2 പേരും എന്നെ കാത്തു നിൽക്കണ്ട, നിങ്ങൾ പൊക്കൊള്ളൂ, അമ്മ എങ്ങനെയെങ്കിലും ആ അന്തർവാഹിനിയുടെ അടുത്തേക്ക് വരാമെന്ന്. അങ്ങനെ വിഷമത്തോടെ മക്കൾ 2 പേരും ആ അന്തർവാഹിനി ലക്ഷ്യമാക്കി തൻ്റെ അമ്മയെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്ന് പോകും. അങ്ങനെ ഒടുവിൽ അവർ 2 പേരും ആ അന്തർവാഹിനിയുള്ള സ്ഥലത്തേക്ക് എത്തും. സ്ഥലത്തെത്തുമ്പോഴാണ് ആ അന്തർവാഹിനിയുടെ ഡ്രൈവർ ആ ഞണ്ടിൻ്റെ കടിയേറ്റ് മരിക്കാറായ നിലയിൽ എത്തിയിരിക്കുന്നത് അവർ കാണുന്നത്. എന്നാൽ സേസി ആകട്ടെ തൻ്റെ അനിയനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ ശേഷം തൻ്റെ അമ്മയെ രക്ഷിക്കാനായി അവൾ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടും. എന്നാൽ ഇതേ സമയം ആ ഞണ്ടുകൾ കൂട്ടത്തോടെ വന്ന് ജൂലിയെ അറ്റാക്ക് ചെയ്യാനായി ഒരുങ്ങും. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് കൊണ്ട് ജൂലി അതിനെ വെടിവെക്കുമെങ്കിലും ഒരുപാടധികം ഞണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ തൻ്റെ മകൾ അങ്ങോട്ടേക്ക് വരും.
തൻ്റെ അമ്മയ്ക്ക് അവൾ കൈ കൊടുത്ത് മുകളിലേക്ക് വലിച്ചു കയറ്റും. ആ ഞണ്ടുകളുടെ കയ്യിൽ നിന്നും ഒരുവിധം അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് ആ അന്തർവാഹിനിയുടെ അടുത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടുപേരും ഓടുകയാണ്. അങ്ങനെ അവർ ഓടി ഓടി ആ അന്തർവാഹിനിയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഞണ്ടുകൾ കൂട്ടത്തോടെ തന്നെ അങ്ങോട്ടേക്ക് വരും. ഞണ്ടുകൾ ആ അന്തർവാഹിനി വളഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവർ എങ്ങനെയെന്നറിയില്ല ഒരുവിധം രക്ഷപ്പെട്ട് ആ അന്തർവാഹിനിക്കുള്ളിലേക്ക് കയറും. അതേസമയം കലിപൂണ്ട ഞണ്ടുകളുടെ കൂട്ടം ആ അന്തർവാഹിനി ആകപ്പാടെ പൊതിയും. എന്നാൽ അപ്പോഴേക്കും തിരികെ പോയ കടൽ തിരിച്ച് കടലുള്ള സ്ഥലത്തേക്ക് തന്നെ ആർത്തിരമ്പി വരും. അവരുടനെ തന്നെ ആ അന്തർവാഹിനിക്കുള്ളിൽ കയറി തങ്ങളുടെ സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് എല്ലാം ലോക്ക് ചെയ്യും. കടൽ ഇരമ്പി വരുമ്പോഴേക്കും ആ അന്തർവാഹിനി തല കീഴായി മറിയും. അങ്ങനെ കുറേ നേരം ഫ്ലിപ്പ് ചെയ്ത് അവസാനം അവർ കരയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ ഒടുവിൽ അതിസാഹസികമായി കരയിലേക്ക് എത്തുകയാണ്. ആ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമാകും. എന്നാൽ കരയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ കടൽക്ഷോഭത്തിൽ മരിച്ചിരുന്നു. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.